ഹലോ വെൽക്കം ടു ഫുഡ് അഡിക്സ് ബൈ നീതു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു ചെമ്മീൻ മാങ്ങാക്കറി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വ്ളോഗാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചു. കുറച്ച് ഇഞ്ചി, കുഞ്ഞുള്ളി, കറിവേപ്പില, കുറച്ച് മാങ്ങ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊരു ചട്ടി വെച്ചു. ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായപ്പോൾ ആ കുഞ്ഞുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടെ ചട്ടിയിലേക്ക് ഇട്ടു. നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. ആ ഉള്ളി നല്ലപോലെ ബ്രൗൺ കളറാണ്. ഇഞ്ചിയിൽ നിന്നൊക്കെ നല്ല ആ പച്ചമണമൊക്കെ മാറി നല്ല സ്മെല്ല് വരണം. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും, മഞ്ഞൾപ്പൊടി കുറച്ചിടാമുള്ളൂ, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സിമ്മാക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുടെയും ആ പച്ചമണം ഒന്ന് മാറിയും തോന്നുമ്പോൾ നമ്മുടെ ഈ കറിയുടെ മെയിൻ ഐറ്റം തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തേങ്ങാപ്പാലിൽ മാത്രം നമ്മൾ ഈ കറി ഉണ്ടാക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തുള്ള തേങ്ങാപ്പാൽ മതി, കട്ടിപ്പാൽ വേണം നിർബന്ധമില്ല. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് ഞാൻ തേങ്ങാപ്പാൽ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നേരെ തേങ്ങാപ്പാൽ കുറച്ച് നല്ലപോലെ വെള്ളത്തിൽ ഞാൻ ഈ കറി വെച്ച കാരണം ചെമ്മീനും മാങ്ങ ഇട്ട് വരുമ്പോൾ വെള്ളം ഒന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ നല്ല വെള്ളത്തിൽ വെക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ ആ തേങ്ങാപ്പാൽ കംപ്ലീറ്റ് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഇനി ഒരു തിള ജസ്റ്റ് ഒന്ന് വരുമ്പോഴേക്കും ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീനില്ലേ അത് ആദ്യം ഇട്ട് കൊടുക്കണം. ചെമ്മീൻ ഒന്നുമില്ല നമുക്ക് കുറച്ച് വേവിക്കാം, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ നേരം വേവിക്കണം. ഇടയ്ക്ക് വെച്ച് വേവിച്ചെങ്കിൽ റബ്ബർ പോലെ ആയിപ്പോവും. ഞാൻ കുറച്ച് കൂടുതൽ നേരം വേവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ ഞാനത് ചെമ്മീനോട് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വെച്ചു. അപ്പോൾ നന്നായിട്ട് ആ ചെമ്മീൻ ഒന്ന് വെന്ത് വരണം. മാങ്ങ ആദ്യം ഇടരുത്. മാങ്ങ ആദ്യം ഇട്ട് എന്താ വെച്ചാൽ മാങ്ങ അങ്ങോട്ട് അലുത്ത് പോവും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. അപ്പം മാങ്ങ നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് വെന്ത ശേഷം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ചെമ്മീൻ ഇട്ടിട്ട് നോക്കുന്ന വെള്ളം ഒന്ന് കുറുകി അത്യാവശ്യം നല്ല തിള വന്നു. അപ്പോൾ ഞാൻ അരിഞ്ഞ് വെച്ച മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു. അപ്പോൾ ഞാൻ ആ മാങ്ങയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഒന്നും കൂടെ ഇളക്കിയെടുത്തു. കണ്ടോ, മാങ്ങ ആഡ് ചെയ്തപ്പോൾ ആ തിളയൊന്ന് പോയി. എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ചു. അപ്പോൾ മാങ്ങയും കൂടെ ഒന്ന് ഇരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ആ കറി കുറുകി വരും കേട്ടോ. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയി. നമുക്ക് ഇതിലേക്ക് ജസ്റ്റ് താളിച്ചിടാം. വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി, കുറച്ച് കറിവേപ്പിലയും മാത്രം, ഞാൻ വേറെ ഒന്നും താളിക്കാൻ എടുത്തില്ല, താളിച്ചെടുത്തു. നന്നായിട്ട് ബ്രൗൺ കളറാകുമ്പോൾ ഇത് കറിയുടെ മുകളിലേക്ക് ഒഴിക്കുക. കറി ഒന്ന് വറ്റിയെന്ന് വരുമ്പോൾ ഓഫ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക. ഇരുന്നും കുറച്ച് ഈ കറി വറ്റും. അടിപൊളി കറിയാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും എൻ്റെ രീതിയിലൊന്ന് വെച്ച് നോക്കണം. നന്നായിട്ട് കുറുകി വരുമ്പോൾ കൂടുതൽ ടേസ്റ്റ്. എനിക്ക് തോന്നുന്നു രാവിലെയൊക്കെ വെച്ചിട്ട് ഒരു വൈകുന്നേരത്തേക്കൊക്കെ എടുക്കുവാണെങ്കിൽ ശരിക്കും പുളിയും എരിവും ഒക്കെ ഇറങ്ങിയിട്ട് കിട്ടിലും ടേസ്റ്റ് ആയിരിക്കും കറി. നല്ല ചൂട് ചോറിൻ്റെ കൂടെ പിന്നെ ഉരുള പിടിച്ചുകൊണ്ടാണ് ഈ ഒരു കറി മാത്രം മതി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ബൈ.